ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പോൾ നമുക്ക് എന്ത് ആവശ്യത്തിന് പോയാലും ആധാർ കാർഡ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കൈവശം നമ്മുടെ ആധാർ കാർഡ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഒരു ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കൂടി ചെയ്തോളൂ. നമ്മുടെ ആധാർ കാർഡ് നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ആധാർ നമ്പർ നമുക്കറിയില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി അതല്ല, നമ്മൾ വല്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയിട്ട് ആ സമയത്ത് നമ്മുടെ ആധാർ കാർഡ് എടുക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഫോണിലുള്ള ബ്രൗസർ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ സെർച്ച് ബാറിൽ UIDAI എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ ആധാർ കാർഡിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ആധാർ കാർഡിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. UIDAI എന്നുള്ള ഒന്നാമത്തെ റിസൾട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. വെൽക്കം ടു മൈ ആധാർ ലോഗിൻ എന്നുള്ളത് അവിടെ കാണാം. അവിടെ നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്, ഡൗൺലോഡ് ആധാർ, റിട്രീവ് EID ഓർ ആധാർ നമ്പർ, വെരിഫൈ ഇമെയിൽ ഓർ മൊബൈൽ നമ്പർ, VID ജനറേറ്റർ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഡൗൺലോഡ് ആധാർ എന്നുള്ള ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ആ ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ആധാർ നമ്പർ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ടാണ് നമ്മൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്കിവിടെ നമ്മുടെ ആധാർ നമ്പർ അറിയില്ല. അപ്പോൾ നമ്മുടെ ആധാർ നമ്പർ കണ്ടെത്തണം ആദ്യം നമ്മൾ. അതിനുവേണ്ടി റിട്രീവ് EID ഓർ ആധാർ നമ്പർ എന്നുള്ള ഈ ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ റിട്രീവ് EID ഓർ ആധാർ നമ്പർ എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ആധാർ നമ്പർ, എൻറോൾമെൻറ്റ് ID നമ്പർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ കണ്ടെത്തുന്നതിന് വേണ്ടി ആധാർ നമ്പർ എന്നുള്ളതിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള എൻ്റർ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ കറക്റ്റ് നെയിം ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള എൻ്റർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിന് താഴെ എൻ്റർ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അത് വേണമെന്നില്ല, മൊബൈൽ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു കോഡ് കാണാം. അതിന് താഴെയായിട്ട് എൻ്റർ ക്യാപ്ച എന്നുള്ള ഭാഗത്ത് ആ ഒരു കോഡ് നമ്പർ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ക്യാപ് ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പേഴ്സും ഒക്കെ മിക്സഡ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ലെറ്റേഴ്സ് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് നേരെ വലതുവശത്തുള്ള ആ ഒരു റീട്രൈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് വീണ്ടും മാറി വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കോഡ് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ കൊടുത്തുള്ള നമ്മുടെ മൊബൈലിലേക്ക് നമുക്കൊരു OTP വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ OTP എന്നുള്ള ഭാഗത്ത് നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള SMS ആയി വന്നുള്ള ഒരു OTP കോഡ് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് SMS ആയിട്ട് OTP വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു OTP കോഡ് നമ്മളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. യുവർ ആധാർ നമ്പർ ഈസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ. അപ്പോൾ അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്പർ SMS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ആ ഒരു SMS വന്നിട്ടുണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് നമ്പർ നമുക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്പർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ആ ഒരു സൈറ്റിലോട്ട് തന്നെ വരിക. ഈ ഒരു വിൻഡോന്ന് ആ ഒരു ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ഹോം പേജിലേക്ക് തന്നെ വന്നിട്ടുണ്ടായി. ഇനി ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ആധാർ എന്നുള്ള ഈ ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ആധാർ നമ്പർ എന്നുള്ളതിന് താഴെയായിട്ട് എൻ്റർ ആധാർ നമ്പർ എന്നുള്ളൊരു കോളുണ്ട്. അവിടെ നമ്മുടെ ലഭിച്ചുള്ള നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് SMS ആയി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ആധാർ കാർഡ് നമ്പർ നമ്മളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ ഒരു ക്യാപ്ച കോഡ് ഉണ്ട്. അത് അതിന് താഴെയുള്ള ഭാഗത്ത് എൻ്റർ ക്യാപ്ച എന്നുള്ള ആ ഒരു ഭാഗത്ത് ആ ഒരു കോഡ് നമ്പർ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ കോഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് നമുക്കൊരു SMS വരുന്നതായിരിക്കും, ഒരു OTP കോഡ്. അപ്പോൾ ആ ഒരു OTP കോഡ് എൻ്റർ OTP എന്നുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കൺഗ്രാജുലേഷൻസ്, യുവർ ആധാർ കാർഡ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഡൗൺലോഡ്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഓപ്പൺ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പാസ്വേഡ് ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ആധാർ കാർഡിൻ്റെ പാസ്വേഡ് നമ്മുടെ നെയിമിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ, അതായത് നമ്മുടെ പേരിലെ ആദ്യത്തെ 4 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ തന്നെ നമ്മുടെ ജനന വർഷം 4 ഡിജിറ്റും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ആധാർ കാർഡ് ഇതുപോലെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും.
ആധാർ കാർഡിൻ്റെ പാസ്വേഡ് കണ്ടെത്തുന്നതിന് വേണ്ട ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പാസ്വേഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആധാർ കാർഡ് നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും തീർച്ചയായും ആവശ്യമായി വന്നേക്കാം. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.